പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾ കാണുകയാണ്. അതിലെ പ്രതിപക്ഷ നേതാവ് വെറും ഡയലോഗ് സതീശൻ അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പൊതുവെ പരിശോധിച്ചാൽ അദ്ദേഹം സമരാനുഭവങ്ങളില്ല. അത് അദ്ദേഹത്തിൽ മിഞ്ഞാന്ന് ശരിക്കും കണ്ടു. സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന സമരം, മൈക്ക് കൈ കിട്ടിയപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതൊരു ആവേശത്ത് പറഞ്ഞാണ്. കാരണം അങ്ങനെ ഒരു സമരം അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പിന്നെ കേസ് പ്രതിയാവും, അതിപ്പോൾ ആരായാലും പ്രതിയാവില്ലേ? കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, കലാപം നടത്തിയവരെ, അക്രമം നടത്തിയവരെ ഔദ്യോഗിക കാറിൽ, ക്യാബിനറ്റ് റാങ്ക് പദവിയിലുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് റാങ്ക് പദവിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിൽ ക്രിമിനലുകളെ, കലാപം നടത്തിയവരെ, അക്രമം നടത്തിയവരെ കൊണ്ടുപോകുന്നു. അപ്പോൾ കേസ് പ്രതിയാവും, സ്വാഭാവികമാണ്. അത് ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുകയാണ്. ഫേസ്ബുക്കിലിട്ട് കേസിൽ ഞാൻ പ്രതിയായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് പക്വത കുറവല്ലേ? UDF ഭരിക്കുമ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ ഞങ്ങളൊക്കെ കേസ് പ്രതിയായി ഇടാൻ തുടങ്ങിയ ഒരു പുതിയ പേജ് തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ പക്വത കുറവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയും, അതെല്ലാവരും കേൾക്കണം. അത് KPCC പ്രസിഡന്റുമായിട്ടുള്ള പത്രസമ്മേളനം തന്നെ നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹം എടുത്ത സമീപനം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെയുള്ളൊരു പ്രതികരണത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഇനി എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. പറയേണ്ടത് തീർത്തും പറയും. പിന്നെ അദ്ദേഹം ഇടക്കിടക്ക് എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞേക്കൂ എന്ന ഡയലോഗ്, അത് സോഷ്യൽ മീഡിയയിൽ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ പേടിയുള്ളവരെ അങ്ങനെ പറയൂ, പേടിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നു. എന്തായാലും മറ്റു ചിലർക്ക് ഭാവിയിൽ പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരിക്കാനുള്ള ബുക്കിംഗ് ടവലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കിടക്കുന്നില്ല. ഇനി അദ്ദേഹം പറഞ്ഞ ബാക്കി ചിലത് കൂടി പിന്നീട് പറയാം. ഓക്കെ. പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവിന് പക്വത കുറവുണ്ട്, അതുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. സമര പാരമ്പര്യമോ അനുഭവങ്ങളോ ഇല്ലാത്തതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നം എന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്.